everyone, welcome back to your class. So, we will study MSc University BCom and BBA common subject. Okay, common is very same syllabus same okay. So, BCom is business law that is BBA business regulatory framework okay. So, this is a law based subject business law or business regulatory framework okay. So, we will see chapter 1. Chapter 1 that is Indian Contract Act. Okay? In the Indian Contract Act, we will contract. That is, two വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അവിടെ പാലിക്കേണ്ട കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അടങ്ങിയ ഒരു ആക്ട് ആണ് എന്ത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നമ്മൾ പറയും ട്ടോ. അത് നിലവിൽ വന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 അപ്പൊ എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. That is, Indian Contract Act has been defined in the Contract Section 2 subsection H. Section നോക്കി വെക്കണം ട്ടോ. എന്താണ് Contract Act Section 2 subsection H ലാണ് എന്താ പറയുന്നത്? An agreement enforceable by law. അതായത് എന്താ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അത് ആര് എൻഫോഴ്സ് ചെയ്തതാണ്? ലോ എൻഫോഴ്സ് ചെയ്ത ഒരു എഗ്രിമെന്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇവിടെ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഹാസ് ഡിഫൈൻഡ് ആസ് ദ കോൺട്രാക്ട് ഇൻ സെക്ഷൻ 2 സബ്സെക്ഷൻ H ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ആൻഡ് ആൾസോ ഇവിടെ പറയുന്ന ഒരു രണ്ട് വ്യക്തികൾ ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ശ്രീ ഫ്രെഡറിക് പല്ലോക്ക് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ എന്താണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ സവിശേഷിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? Every agreement and promise enforceable law is a contract. അതായത് ഒരു എഗ്രിമെന്റും ഒരു പ്രോമിസും എന്താണ് അത് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ളതാണെങ്കിൽ അത് എന്തായിട്ട് പറയാം നമുക്ക്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ആയിട്ട് നമുക്ക് പറയാം. എൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആയിട്ട് നമുക്ക് പറയാമെന്നാണ് പറയുന്നത്. എന്താ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തിന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാനും വേറൊരു വ്യക്തിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ഓക്കെ, ഇപ്പൊ എൻ്റെ അടുത്തൊരു ഫോൺ ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ അടുത്തുള്ള ഫോണ്. ഞാൻ ഈ ഫോണ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്? സെയിൽ ചെയ്യാണ്. ഓക്കെ, ഒരു 37,000 സെയിൽ ചെയ്യണത്. ഓക്കെ, അപ്പൊ അയാൾ അത് സമ്മതിക്കുകയും ചെയ്യണം. ഓക്കെ, 37,000 മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. ആ എഗ്രിമെന്റ് എന്ത് ചെയ്യാണ്? ഒരു പ്രോമിസ് ആയി. ഓക്കെ, നമുക്ക് എന്തായാലും അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്തായാലും എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാന്നുള്ളതൊക്കെ എത്തി. ഇതാണ് എന്തെന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് വ്യക്തികൾ കോൺട്രാക്ട്. ഇതിൽ അൺലീഗൽ ആയിട്ട് അതായത് ഇല്ലീഗൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? രണ്ടുപേരും എന്താണ് സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, പ്രോമിസ് എന്താണ്? എന്താ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ചില ടേമുകൾ ഉണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. പ്രോമിസ് പറഞ്ഞാൽ എന്താ? പ്രോമിസിൽ എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ B പ്രകാരമാണ് പറയുന്നത്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? When a person made a proposal to another to whom proposal is made. Okay, if proposal is assented thereto. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കാര്യം ആളോട് പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോ എന്റെ ഫോണ് വിൽക്കാനുണ്ടെന്ന് ഞാൻ ആളോട് പറഞ്ഞു. ആളത് എന്ത് ചെയ്യണം? ഓക്കെ പറഞ്ഞ് അത് എന്ത് ചെയ്യാണ്? അക്സെപ്റ്റ് ചെയ്യാണ്. അതൊരു പ്രോമിസ് അല്ലേ? അതാണ് എന്ത് പറയുന്നത്? പ്രോമിസ്. ഞാനൊരു പ്രൊപ്പോസൽ വെച്ച് അത് അയാൾ എന്ത് ചെയ്യാണ്? എഗ്രി ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേം ആണ് ഓഫർ. എന്താ ഓഫർ എന്ന് പറഞ്ഞാല്? ഓഫർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ A പ്രകാരം പറയുന്നതാണ്. ഇറ്റ് ഈസ് എ പേഴ്സൺ മെയ്ഡ് എ പ്രൊപ്പോസൽ വെൻ ഹി സിഗ്നിഫൈസ് ടു അനദർ willingness to do or to abstain from doing something എന്നിവിടെ പറയുന്നത്. അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ഇവിടെ പറയാ വില്ലിങ്നെസ് കൊടുക്കുക, വില്ലിങ് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ പറയണം. ഓക്കെ, ഒരു വില്ലിങ് ഒരു കൺസെന്റ് കൊടുക്കുകയാണ് ആൾക്ക്. ഇപ്പൊ ഞാനൊരു ഓഫർ കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്ത് ഓഫർ കൊടുക്കുന്നത്? എന്റെ ഈ ഫോൺ ഞാൻ ആൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഓഫറാണ്. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? ഞാൻ എന്ത് പറയുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പൊ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ എന്തെങ്കിലും മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്? ഒരു ഇത് കൊടുക്കണം, ഒരു പ്രൊപ്പോസൽ കൊടുക്കണം. ആ ഒരു പ്രൊപ്പോസലിൽ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓക്കെ, അപ്പൊ എഗ്രിമെന്റ് നമ്മൾ പറയാം എങ്ങനെയാണ്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് നമ്മൾ എഗ്രിമെന്റിൽ പറയാം. ഓക്കെ, പിന്നെ ഇതിൽ പ്രധാനമായിട്ട് എപ്പോഴും ചോദ്യം വരാറുള്ള ഒരു ഇതാണ് എന്ത്? ഒരു ലാറ്റിൻ വേർഡുകൾ, കുറച്ച് വേർഡ്സുകൾ ഉണ്ട്. ഓക്കെ, അതിൽ വരുന്നതാണ് കൺസെൻസസ് ആഡ് ഐഡം എന്ന് പറയും. ഓക്കെ, എന്താ കൺസെൻസസ് ആഡ് ഐഡം എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് സെക്ഷൻ 13 പ്രകാരം ഇവിടെ പറയുന്നുണ്ട്. Meeting of minds or identity of minds or receiving the same thing in the same sense at the same time.
ഓക്കെ, നമ്മൾ ഒരേപോലെ നമ്മൾ ഗ്രഹിച്ചെടുക്കുക എന്നൊക്കെ പറയാം, ഒരേപോലെ നമുക്ക് മനസ്സിലാക്കുക, ഒരേ ടൈമിൽ നമ്മൾ മനസ്സിലാക്കുക. ഇതിനാണ് എന്ത് പറയുന്നത്? കൺസെൻസസ് ആഡ് ഐഡം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റിസീവിംഗ് ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇതാണ് കൺസെൻസസ് ആഡ് ഐഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പോണത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന്റെ എലമെന്റ്സ്. ടോട്ടൽ നമുക്ക് ഇവിടെ 8 എലമെന്റ്സ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. വാലിഡ് എലമെന്റ്സ്, വാലിഡ് കോൺട്രാക്റ്റിന്റെ എലമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ദാറ്റ് ഈസ് എന്ത്? ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് എന്ത്? ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. മൂന്നാമത്തെ എന്താണ്? കൺസെൻസസ് ആഡ് ഐഡം. നാലാമത്തെ കൺസിഡറേഷൻ. 5 കപ്പാസിറ്റി ഓഫ് കോൺട്രാക്ട്. ദെൻ 6 ഫ്രീ കൺസെന്റ്. ദെൻ 7 ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ദെൻ 8th വൺ ആണ് എന്ത്? പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ. ഓക്കെ, ഇതാണ് നമ്മളെ കോൺട്രാക്റ്റിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ഓരോ കോൺട്രാക്റ്റിലും ഓരോന്നും എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓഫർ എന്താന്നുള്ളത്, ഞാൻ എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് ഓഫർ എന്ന് പറയുന്നത്. അയാൾ ആ പ്രോമിസ്, അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തരുന്നതിനാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ഇവിടുത്തെ ടൈപ്സ് ഓഫ് ഓഫേഴ്സ് നോക്കാം. എക്സ്പ്രസ് ഓഫർ. എന്താ എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ? വെൻ ഓഫർ ഈസ് ഗിവൺ ടു അനദർ പേഴ്സൺ ഐദർ ഇൻ റൈറ്റിംഗ് ഓർ ഓറൽ. ഇപ്പൊ ഞാൻ ഓഫർ കൊടുത്താണ്, ഞാൻ എന്റെ ഫോൺ വിൽക്കാന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ ഓറലായിട്ട് പറയാണ്, അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റിംഗിലൂടെ പറയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഓഫറിന് പറയുന്നതാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ഇത് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയും. എന്താ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് വെൻ ഓഫർ ഗിവ് ടു അനദർ പേഴ്സൺ നൈദർ ഇൻ റൈറ്റിംഗ് നോർ ഇൻ ഓറൽ. ഓക്കെ, ഞാൻ വാക്കാലോ അതോ എഴുതിയാലോ പറയാതെ മറ്റു രീതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കാന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ഇംപ്ലൈഡ് ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് സ്പെസിഫിക് ഓഫർ. എന്താ സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാല്? ഞാൻ ഇന്നൊരു വ്യക്തിക്ക്, ഞാൻ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് മാത്രമേ ഞാൻ ആ ഓഫർ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറിനാണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജനറൽ ഓഫർ. ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ കടകളിലൊക്കെ കാണാല്ലേ ഇങ്ങനെ ഓഫർ ഉണ്ടെന്ന്, അത് ഒരാൾക്ക് മാത്രമാണ്, അല്ല എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഓഫറിന് പറയുന്ന പേരാണ് എന്ത്? ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്രോസ് ഓഫർ. എന്താ ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ? അതായത് 2 വ്യക്തികൾ എന്ത് ചെയ്യാണ്? ഒരു ഐഡന്റിക്കൽ ഓഫേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതിനാണ്. ഇപ്പൊ ഞാനൊരു ഓഫർ വെക്കുമ്പോൾ ആള് തിരിച്ചു ഇങ്ങോട്ട് ഒരു ഓഫർ വെക്കുകയെന്നുണ്ടെങ്കിൽ അതെന്താണ് പറയാ? ക്രോസ് ഓഫർ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ക്രോസ് ഓഫർ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് കൗണ്ടർ ഓഫർ. എന്താ കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാല്? വെൻ ബോത്ത് ദ പേഴ്സൺസ് ആർ മേക്കിംഗ് ഓഫർ ടു ഈച്ച് അതർ, ഓക്കെ, വിച്ച് ആർ നോട്ട് ഐഡന്റിക്കൽ. ഓക്കെ, ഐഡന്റിക്കൽ അല്ലാത്തത്. ഓക്കെ, അങ്ങനെയുള്ള ഓഫേഴ്സിന് പറയുന്നതാണ് കൗണ്ടർ. ദാറ്റ് ഈസ് കൗണ്ടർ ഓഫർ നമ്മൾ പറഞ്ഞു അല്ലേ? ആ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ വേറെ ഓഫേഴ്സ് നമ്മൾ പറയൂലേ, അതാണ്. ഓക്കെ, ദെൻ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിമൈൻസ് കണ്ടിന്യൂസ്ലി എൻഫോഴ്സിബിൾ ഫോർ എ സർട്ടൻ, ഒരു നിശ്ചിത പീരിയഡിന് മാത്രം വരുന്ന ഓഫേഴ്സിന് പറയുന്നതാണ് എന്തെന്ന് പറയണേ? ദാറ്റ് ഈസ് ഏതെന്ന് പറയണേ? സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഓഫറിലതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ദെൻ സെക്കൻഡ് എലമെന്റ് ആയിട്ട് ഇവിടെ പറയാനുള്ളത് ഏതാണ്? ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ 2 വ്യക്തികളും ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോ ഒരു ജയിൽ പുള്ളി ആയിട്ടുള്ള ഒരാളോട്, ഇപ്പൊ ജയിലർ ഒരു ജയിലിൽ ഇതാക്കുന്ന ഒരാളോട് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്ട് നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താ? ലീഗൽ റിലേഷൻഷിപ്പ് തമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കൺസെൻസസ് ആഡ് അല്ലേ, നമ്മൾ എന്താ ഒരേ ചിന്തയിലായിരിക്കണം അത് വാങ്ങേണ്ടത്. ദാറ്റ് ഈസ് ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്, സെയിം മൈൻഡ് എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ കൺസിഡറേഷൻ. കൺസിഡറേഷൻ പറഞ്ഞാൽ 2 പേർക്കും അതെന്തായിരിക്കണം? പറ്റണം അല്ലെ, അത് കൺസിഡർ ചെയ്യണം എന്നുള്ളതിലാ പറയണേ. പിന്നെ കപ്പാസിറ്റി ടു കോൺട്രാക്ട്. കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? ദാറ്റ് ഈസ് കപ്പാസിറ്റി ടു കോൺട്രാക്ട് പറയുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന വ്യക്തികളായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പറ്റുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോയിട്ട് നമുക്കിപ്പോ അലൈൻ എനിമീസ്, നമ്മളെ ഇന്ത്യയിലെ നമ്മളെവിടെയുള്ള രാജ്യത്തിന്റെ ശത്രുക്കളുമായിട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇപ്പൊ അതേപോലെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടില്ല അല്ലെ, നമ്മൾ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ആളുകൾ, അവരുമായിട്ട് നമുക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, പിന്നെ വരുന്ന മൈനർ കോൺട്രാക്ട്, അതായത് 18 വയസ്സ് പൂർത്തിയാകാത്ത ആളുകൾക്കാണ് നമ്മൾ മൈനസ് എന്ന് പറയാം. അപ്പൊ ഓക്കെ, അവരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു ഓഫറിൽ ക്രിയേറ്റ്
ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്താണ് മൈനസ് കോൺട്രാക്ട് പറ്റില്ല. അതേപോലെ വരുന്നതാണ് ലുനാറ്റിക്സ്. ലുനാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും കുടിക്കുക, മീൻസ് ആൽക്കഹോളിക് കൺസംഷൻ കൂടുതലുള്ള വ്യക്തികൾ, അവരെപ്പോഴും എന്തായിരിക്കും, നോർമൽ ആയിരിക്കില്ല അല്ലെ. അങ്ങനെയുള്ള വ്യക്തികളും ആയിട്ട് നമുക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. ദാറ്റ് ഈസ് ലുനാറ്റിക് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് എന്താണ്, ദാറ്റ് ഈസ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അലൈൻ എനിമി, ഇവരുമായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഫ്രീ കൺസെന്റ്. ഓക്കെ, അടുത്ത എലമെന്റ് ആയിട്ട് പറയാനുള്ളതാണ് ഫ്രീ കൺസെന്റ്. എന്താ ഫ്രീ കൺസെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഫ്രീ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ കൺസെന്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, ഇപ്പൊ ഒരാളെ മകളെ തട്ടിക്കൊണ്ടുപോയി. ഓക്കെ, എന്നിട്ട് ആള് പറയാണ്, വിളിച്ചിട്ട് പറയാണ്, ഈ 10 ലക്ഷം രൂപ തന്നാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ ഡോക്ടറെ ഞാൻ എന്ത് ചെയ്യുള്ളൂ, വിട്ടയക്കുള്ളൂ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു കോൺട്രാക്ട് അയാൾ എന്ത് ചെയ്യാണ്, അത്രയും ഇതായിട്ട്, അതായത് ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യണതാണ്. അതാണ് എന്ത് പറഞ്ഞ കൊയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാളെ മറ്റൊരാൾ എന്ത് ചെയ്യാണ്, മെന്റലി എന്ത് ചെയ്യാണ്, ഫിസിക്കലി എന്താണ്, ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്, ത്രെട്ടൻ ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അങ്ങനെ വരുന്ന കോൺട്രാക്ട് ആണ് എന്ത് പറയുന്നത്, കൊയേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്, എൻഫോഴ്സിബിൾ അല്ല, അതെന്താണ്, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ എന്താ, സ്വാധീനിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ സ്വാധീനിക്കൂലേ, നല്ല ഹൈ ഇതാക്കാനൊക്കെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയൊക്കെ പല കേസുകൾ ഉണ്ട് അല്ലേ. നമ്മളൊരു മേജർ പൊസിഷനിൽ, ഒരു ഡൊമിനന്റ് പൊസിഷനിലുള്ള ഒരാള് നമുക്ക് എന്ത് ചെയ്യുക, താഴ്ന്ന പൊസിഷനിൽ ഒരാളെ എന്ത് ചെയ്യുക, ഒരുപാട് തരത്തിൽ സ്വാധീനിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു കോൺട്രാക്ട് നടത്തുക. ഓക്കെ, പിന്നെ ഫ്രോഡ് അല്ലേ, തട്ടിപ്പ് നടത്തിയിട്ട്, അതേപോലെ മിസ്റെപ്രസെന്റേഷനും ഒക്കെ ചതിയിലൂടെ പറ്റുക, പിന്നെ മിസ്റ്റേക്ക്. ഓക്കെ, ഇതിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ കോൺട്രാക്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്നും ഇല്ലാതെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്, കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ എന്താണ് അടുത്ത എലമെന്റ്, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്. കറക്റ്റ് ഒരു ലീഗൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ നമ്മളെ കോൺട്രാക്ട്, അത് കറക്റ്റ് ഒരു ലീഗൽ ആയിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഓക്കെ, അതായത് എന്താ, അത് നമ്മൾ ചെയ്യണ കോൺട്രാക്ട് എപ്പോഴും എന്ത് ചെയ്യണം, പെർഫോം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതില്, അതായത് മേജർ ആയിട്ടുള്ള എലമെന്റ്സ്, ഒരു വാലിഡ് കോൺട്രാക്റ്റിന്റെ എലമെന്റ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് 3 ടൈപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കോൺട്രാക്റ്റിന്റെ ടൈപ്പാണ് വാലിഡിറ്റി. വാലിഡിറ്റിയിൽ പറയുന്നുണ്ട് 4 ടൈപ്പുകളായിട്ട് വാലിഡിറ്റി വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാലിഡ് കോൺട്രാക്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇപ്പൊ ഏതൊക്കെയാണ് ആ വാലിഡ് കോൺട്രാക്ട്, മനസ്സിലായില്ലേ, ആ 8 എലമെന്റ്സ് അടങ്ങിയതാണ്. അത് ഓക്കെ ആണെങ്കിൽ അത് എന്താണ്, വാലിഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, ദെൻ വോയിഡ് കോൺട്രാക്ട്. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, അത് പറ്റൂല, മീൻസ് ഇല്ല. അപ്പൊ മൈനൂർ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് പറ്റുമോ, 18 വയസ്സ് അതില്ല, അത് വോയിഡ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് വോയിഡ് പറയുന്നത്. ദെൻ വോയിഡബിൾ. വോയിഡബിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് ഓക്കെ ആണ്, പക്ഷെ മറ്റേ ഓക്കെ അല്ല, പക്ഷെ വേണമെങ്കിൽ ഓക്കെ ആക്കാം അല്ലെ, അങ്ങനെയല്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒരു വോയിഡബിളാ, മീൻസ് ഒരാൾ ഇങ്ങനെ പറയാണ്, മറ്റേ ആൾ അത് വേണമെങ്കിൽ ഓക്കെ ആക്കിയിരിക്കാം. അങ്ങനെ ഓക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ, വോയിഡബിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇല്ലീഗൽ. ഇല്ലീഗൽ പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിംഗിലെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ആൽക്കോഹോൾ ആയിട്ടുള്ള ഇപ്പൊ നമ്മള് അതേപോലെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുക, അതൊക്കെ എന്താ, ഇല്ലീഗലാണ്. അതൊന്നും ഒരിക്കലും പറ്റാത്ത എന്താണ്, കോൺട്രാക്റ്റുകളാണ്. ഓക്കെ, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾക്കാണ് ഇല്ലീഗൽ എഗ്രിമെന്റ് അഥവാ ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇതാണ് പറയുന്നത്, കോൺട്രാക്ട് ആണ് പറയുന്നത് ഫോർമേഷൻ. എന്താ ഫോർമേഷനിൽ പറയുന്നത്, ഫോർമേഷൻ പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, കോസി കോൺട്രാക്ട് ആയിട്ടാണ് പറയുന്നത്. എക്സ്പ്രസ് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞതാക്കുന്നത് അല്ലെ, നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടുള്ളതാണ് എക്സ്പ്രസ് കോൺട്രാക്ട് പറഞ്ഞത്. ഇംപ്ലൈഡ് കോൺട്രാക്ട് പറഞ്ഞാൽ എന്താ, നമ്മൾ അതങ്ങനെ പെർഫോം ചെയ്യും. ഓക്കെ, ഇംപ്ലൈഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി അതങ്ങനെ പെർഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകൾക്കാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആയിട്ട് പറയുന്ന കോൺട്രാക്ട് ആണ്, ദാറ്റ് ഈസ് ഏതാ പറയുന്നത്, എക്സ്പ്രസ് ഉണ്ട്, ഇംപ്ലൈഡ് ഉണ്ട്. അടുത്ത കോൺട്രാക്ട് ആയിട്ട് കോസി കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ
നമ്മളെ പേഴ്സ് കളഞ്ഞു പോയി. ഓക്കെ, അപ്പൊ അത് മറ്റൊരാൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാണ്, അത് ആ വീണ ആളെടുത്ത് നിന്ന് അത് ഏൽപ്പിക്കുകയാണ്. അതെന്താ, അയാളോട് ആരോടെങ്കിലും അത് പറഞ്ഞു, അയാൾ ആരോടെങ്കിലും പറഞ്ഞു, അങ്ങനെ ആരോട് പറഞ്ഞു അയാളോട് ഈ അത് ചെയ്തു കൊടുക്കണം, ഇയാൾക്ക് ആ പേഴ്സ് അയാൾക്ക് കൊടുക്കണം, അല്ല. ഓക്കെ, അതേപോലെ ഇപ്പൊ ഇംപ്ലോയിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ ബസ്സിൽ ഞാൻ എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യാണ്, ടിക്കറ്റ് എടുത്തു, ഇതാക്കി. ഓക്കെ, നമ്മൾ സ്ഥലം പറഞ്ഞു അല്ലെ, അത് അയാൾ എന്ത് ചെയ്യാണ്, കറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു തരും, നമ്മൾ അവിടെ ഇറങ്ങും അല്ലെ. അതെന്താണ്, ഒരു ഇംപ്ലോയിഡ് ആണ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ലാത്തൊരു ഇതാണ്. ഓക്കെ, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾക്കാണ് ഇംപ്ലോയിഡ്. ഓക്കെ, സെക്കൻഡ് അടുത്ത ടൈപ്പ് ആണ് പെർഫോമൻസ് കോൺട്രാക്ട്. എന്താ പെർഫോമൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാല്, പെർഫോമൻസ് കോൺട്രാക്ട് പറഞ്ഞാൽ അത് പെർഫോം ചെയ്യുന്നതിനുള്ളതാണ്. ഓക്കെ, ഇപ്പൊ 4 എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എക്സിക്യൂട്ടഡ് ഉണ്ട്, എക്സിക്യൂട്ടർ ഉണ്ട്, യൂണിലാറ്റർ ഉണ്ട്, ബൈലാറ്റർ ഉണ്ട്. എക്സിക്യൂട്ടഡ് പറഞ്ഞാൽ എന്താണ്, അത് ചെയ്ത് കഴിഞ്ഞതിനാണ് എക്സിക്യൂട്ടഡ് പറയാം. എക്സിക്യൂട്ടഡ് പറഞ്ഞാൽ എന്താ, വരാനിരിക്കുന്നത്, നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യണല്ലോ, ചെയ്യേണ്ടതാണ് എക്സിക്യൂട്ടഡ് പറയുന്നത്. യൂണിലാറ്ററൽ കോൺട്രാക്ട് പറഞ്ഞാൽ ഒരാൾ പെർഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകൾക്കാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബൈലാറ്ററൽ പറഞ്ഞാൽ എന്താണ്, 2 വ്യക്തികൾ എന്ത് ചെയ്യാണ്, പെർഫോം ചെയ്യുന്നത്, 2 വ്യക്തികൾ പെർഫോം ചെയ്യുന്ന കോൺട്രാക്റ്റുകൾക്കാണ് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് നമുക്കറിയാം കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് വരുന്ന ഒന്നാണ് എന്ത്, എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫറും അക്സെപ്റ്റൻസും കൂടെ മിക്സ് ചെയ്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ 8 എലമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ എലമെന്റ്സ്, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ട്, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, കൺസെൻസസ് ആഡ് ഐഡം, കൺസിഡറേഷൻ ഉണ്ട്, കപ്പാസിറ്റി ഓഫ് കോൺട്രാക്ട്, ഫ്രീ കൺസെന്റ്, അതേപോലെ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്, ദെൻ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് ഓഫേഴ്സ് പഠിച്ചു അല്ലെ. എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലൈഡ്, സ്പെസിഫിക് ഉണ്ട്, ജനറൽ ഉണ്ട്, ക്രോസ് ഓഫർ അല്ലെ, സ്റ്റാൻഡിങ് ഓഫർ, ഓക്കെ, കൗണ്ടർ ഓഫർ ഒക്കെ ഉണ്ട്. ദെൻ നമ്മൾ 3 ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളെ തരംതിരിച്ചിട്ടുണ്ട്. വാലിഡിറ്റിന്റെ ബേസിസിലുണ്ട്, ഫോർമേഷന്റെ ബേസിസിലുണ്ട്, പെർഫോമൻസിന്റെ ബേസിസിലുണ്ട്. വാലിഡിറ്റി ആവുമ്പോൾ വാലിഡ് ഉണ്ട്, വോയിഡ് ഉണ്ട്, വോയിഡബിൾ ഉണ്ട്, ഇല്ലീഗൽ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർമേഷൻ ആവുമ്പോൾ എന്താ, എക്സ്പ്രസ് ഉണ്ട്, ഇംപ്ലൈഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ട്, കോസി കോൺട്രാക്റ്റുകൾ ഉണ്ട്. പെർഫോമൻസ് ആവുമ്പോൾ എന്താ, എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഉണ്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട് ഉണ്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട് ഉണ്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, സോ ഇത്ര ഇതാണ് നമ്മൾ ഏത് ചാപ്റ്റർ 1 പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബികോം BBA വരുന്ന ലോ പറഞ്ഞ സബ്ജക്റ്റിന്റെ ചാപ്റ്റർ 1 ആണ്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ച് വാട്സപ്പിലൂടെ ചോദിക്കാം. ഓക്കെ, ദെൻ താങ്ക് യു.